ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എല്ലാവരും പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉണ്ടാക്കിയ പുൽക്കൂടിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് പണി കഴിഞ്ഞിട്ടില്ല, എങ്കിലും ഞാനിത് നിർത്തിയിട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഉണ്ണീഷിനെ നമ്മൾ 25th വെക്കുക. ഞാൻ എന്തായാലും ഫോട്ടോ എടുക്കുമ്പോൾ അത് വെച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഫ്രൂട്ട് സോക്കിംഗ് ആണല്ലേ. അപ്പോൾ ഒരുപാട് ഹെവി ആയിട്ടുള്ളതല്ല കേട്ടോ. ഞാൻ ഒരു 250 ഗ്രാം ഓരോ ഡ്രൈ ഫ്രൂട്ടും 250 ഗ്രാം വെച്ചിട്ടുള്ള വെയിറ്റ് വരുന്ന സോക്കിംഗ് ആണ് കാണിക്കുന്നത്. അപ്പം നമ്മളിവിടെ കുറച്ച് കറുത്ത മുന്തിരി, കുരുവില്ലാത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. 250 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു 400-450 ഗ്രാമിൻ്റെ അടുത്ത് ട്യൂട്ടി ഫ്രൂട്ടി 3 കളറിലായിട്ട് എടുത്തിട്ടുണ്ട്, റെഡും ഗ്രീനും അതുപോലെ യെല്ലോയും. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും ഒരു 250 ഗ്രാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 250 കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, അതൊരു 300 ഗ്രാമിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയാണ്, അതും 250 ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ യെല്ലോ കളറിലുള്ള മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ജിഞ്ചർ പീല്, അതുപോലെ ഓറഞ്ച് പീലും ജിഞ്ചർ പീലൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഓറഞ്ച് പീൽ ഒരു 100 ഗ്രാമും ജിഞ്ചർ പീൽ ഞാനൊരു 50-60 ഗ്രാമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് നട്ട്സും ബദാമും, ഇതിൽ ഞാൻ 100 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. നട്ട്സും ബദാമും നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിൽ ഇടുന്നതായിരിക്കും കേട്ടോ, കുറച്ചും കൂടെ ക്രഞ്ചി ആയിട്ട് കിട്ടുക. അതല്ലെങ്കിൽ കൂടുതൽ അങ്ങോട്ട് സോഫ്റ്റായിട്ട് ഇങ്ങനെ കുതിർന്ന പോലെ ഇരിക്കും കേട്ടോ. ഇന്ന് നമ്മൾ ആൽക്കഹോളിലാണ് കേട്ടോ ഇത് സോക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഓറഞ്ച് ജ്യൂസിലും അതുപോലെ തന്നെ ഷുഗറിലൊക്കെ നമുക്ക് സോക്ക് ചെയ്യാം. ഞാൻ മുൻപ് ഷുഗറിൽ സോക്ക് ചെയ്യുന്നത്, ഷുഗർ വെച്ചിട്ട് കാരമൽ ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഹണിയാണ്, അതുപോലെ മിക്സഡ് ഫ്രൂട്ട് ജാം. ഇതൊന്നും ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഞാനിപ്പോൾ ബോട്ടിൽ എടുത്തേ ഉള്ളൂ. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള റമ്മാണ് കേട്ടോ, ഓൾഡ് മന്തിൻ്റെ റമ്മാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 500 ml ആണ് കേട്ടോ. ഇനി കുറച്ച് സ്പൈസസ് എടുത്തിട്ടുണ്ട്, പട്ടയും ഗ്രാമ്പും ജാതിക്കയും കൂടെ ഈക്വൽ ക്വാണ്ടിറ്റിയിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാം കേട്ടോ. ഈ ഫ്രൂട്ട്സ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സാണ്, നിങ്ങൾക്ക് ഇതിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. കിവി, അതുപോലെ ഡ്രൈഡ് പ്ലം, അങ്ങനെ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കോമൺ ആയിട്ട് കിട്ടുന്ന കുറച്ച് ഐറ്റംസ് എടുത്തേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് ഓറഞ്ച് പീലും അതുപോലെ ജിഞ്ചറിൻ്റെ പീലും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ എടുത്ത് വെച്ചത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള സ്പൈസസ് ആണ് കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളിത് സ്പൈസസ് ആഡ് ചെയ്യുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് കുറച്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണമുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഹണി ആഡ് ചെയ്ത് കൊടുക്കണം, അതുപോലെ മിക്സഡ് ഫ്രൂട്ട് ജാം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് ജാം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫ്രൂട്ട്സിൽ എല്ലാവിടെയും എത്തുന്ന പോലെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളും അതുപോലെ തന്നെ ഒരു ഗ്ലാസിൻ്റെ ജാറുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിത് കുറച്ചായിട്ട് ഈ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. കൂടുതലും പ്ലാസ്റ്റിക് അങ്ങനത്തെ ഐറ്റംസ് യൂസ് ചെയ്യാതെ ചില്ലിൻ്റെ പാത്രങ്ങൾ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ പാത്രങ്ങൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അംശങ്ങൾ പാടില്ല, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ടിന്നിലും നിറച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ റമ്മ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഫുള്ള് സോക്കായി നിൽക്കണമെന്നൊന്നുമില്ല, ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഡെയിലി ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിനകത്ത് എല്ലാവിടെയും ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത്രയും നമ്മൾ ക്വാണ്ടിറ്റി എടുത്തതിലേക്ക് ഞാൻ ഈ ഒരു ബോട്ടിലിൽ ഒരു 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വയ്ക്കുക. നമ്മൾ ഈ ഒരു ജാർ ടിന്നിൽ നമുക്ക് നന്നായി അടച്ച് വയ്ക്കാം. മറ്റു ഭരണിയിൽ നമ്മൾ ഒരു വെള്ള തുണി എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ വായ്ഭാഗം ഒന്ന് കെട്ടി വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും കൂടെ വേണം, ഡ്രൈ ആയിട്ടൊരു തവി വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.